ഈ കൊച്ചിൻ്റെ രണ്ടാം വിവാഹമാണ് ഇയാളായിട്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഇവർ അകന്ന് കഴിയുമായിരുന്നു. വൈകിട്ട് വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ചെന്നായിരുന്നു. 10-20 ദിവസമായിട്ടുള്ള ഇവർ ഒരുമിച്ചിട്ട് കരച്ചിൽ കേട്ട് കതകിനിട്ട് തട്ടിയപ്പോഴാണ് കൊച്ചു കരയുന്നു. അപ്പോൾ മനസ്സിലായി എന്തോ പന്തിക്കേടാന്ന് തോന്നി. ആദ്യം അവൻ ഒറ്റയ്ക്ക് വന്നു കഴിയുമ്പോൾ തുറക്കാൻ പേടിയായിരുന്നു. അകത്ത് കുറ്റിയിട്ടിരിക്കുമായിരുന്നു. അത് പിന്നെ പൊളിച്ചാണ് അവരകത്ത് കയറിയത്. ഈ സംഭവം നടക്കുമ്പോഴും ആ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അറിയുമ്പോഴും ആ കൊച്ചവിടെ ഉണ്ട്. നമസ്കാരം. വാടക വീട്ടിനുള്ളിൽ യുവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പൊൻകുന്നത്തിന് സമീപം തോണിപ്പാറയിലാണ് ഈ സംഭവം നടന്നത്. മാന്നാർ സ്വദേശിയായ സാജൻ, ഭാര്യ വാഴൂർ സ്വദേശിനിയായ അനീഷ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇവരുടെ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ഈ മുറിക്കുള്ളിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവരെ ഈ മരിച്ച നിലയിൽ കണ്ടത്. ഒരാഴ്ചയോളമായി പൊൻകുന്നത്തിന് സമീപമുള്ള തോണിപ്പാറ എന്ന സ്ഥലത്ത് വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് വരികയായിരുന്നു ഈ ദമ്പതികൾ. ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ വീട് തുറക്കാതെ ഇവരെ കാണാതെ വരുന്നതോടെ സംശയം ഉണ്ടായ വീട്ടുടമ തന്നെയാണ് ഇവർക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചറിയിക്കുകയും പിന്നീട് അവർ വന്ന് സ്പെയർ കീ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. പിന്നീട് വാതിൽ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കടന്നപ്പോഴേക്കും ഇരുവരെയും രക്തത്തിൽ കുളിച്ച നിലയിൽ മൃതദേഹങ്ങൾ കാണപ്പെടുകയായിരുന്നു. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം യുവാവ് ജീവനൊടുക്കി എന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രിയിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായതായി ഈ കെട്ടിടത്തിൻ്റെ ഉടമ പറയുന്നുണ്ട്. പിന്നീട് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ രാവിലെ ഇവരെ കാണാതെ വന്നതോടെ സംശയം തോന്നിയതോടെയാണ് ഇവരെ പറ്റി അന്വേഷിക്കുന്നത്. ഏതായാലും ഏറ്റവും ദാരുണമായ ഒരു സംഭവം, ഇവർ മരിച്ചു കിടക്കുമ്പോൾ ഈ കുഞ്ഞ് മൃതദേഹത്തിന് തൊട്ട് സമീപത്തായി നിന്നു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ പിണങ്ങി താമസിക്കുകയായിരുന്നു. പിന്നീട് ഒരാഴ്ച മുൻപാണ് ഈ പൊൻകുന്നം തോണിപ്പാറയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതിനായി എത്തിയത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തെപ്പറ്റി വീട്ടു ഉടമയും പഞ്ചായത്ത് അംഗങ്ങളുമൊക്കെ പ്രതികരിക്കുന്നത് കേൾക്കാം. ഈ ബിൽഡിംഗ് ഓണർ നമുക്കിപ്പം ചേരുകയാണ്. ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടാണ് നിങ്ങൾ വന്നത്? അല്ലല്ല, കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടില്ല. രാവിലെ വൈകിട്ട് വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ചെന്നായിരുന്നു. അടുത്ത മുറിക്കകത്ത് ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ശാന്തമാണ്. അപ്പോൾ ശാന്തമാണെന്ന് വിചാരിച്ചത്. രാവിലെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ തിരക്കാൻ തുടങ്ങിയത്. അങ്ങനെ തിരക്കി പലരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുറന്നപ്പം ആൾ പോയി കിടക്കുന്നത് കാണുന്നത്. രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ കൊച്ചു അതിനകത്തുണ്ട്, 3 വയസ്സുള്ള കുട്ടി അതിനകത്തുണ്ട്. അന്ന് ഞാൻ സമയത്തില്ല, ഞാൻ രാവിലെ ജോലിക്ക് പോയി. കുഴപ്പമില്ല. അപ്പോൾ രാവിലെ എൻ്റെ വൈഫ് പറഞ്ഞു ഒരു 11 മണിക്ക് ചിലപ്പോൾ എഴുന്നേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതായിരിക്കും വിചാരിച്ചാൽ ഞാൻ പോയിട്ട് എൻ്റെ മനസ്സുറക്കാൻ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇവിടുന്ന് അടുത്തുനിന്ന് വിളിച്ച് കുഴപ്പമില്ല വരാൻ പറഞ്ഞു. അങ്ങനെ വന്നത്. കുഞ്ഞ് കരയുമായിരുന്നോ അതോ ഉറങ്ങും? അറിയത്തില്ല, അത് കണ്ടില്ല. ഞാൻ കണ്ടില്ല. അന്നേരം ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ വരുന്നത്. ഈ കൂട്ടത്തെ ജോലിയെ. അപ്പം ഇത് നമ്മൾ പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്. ആ പുള്ളിയുടെ കൂട്ടുകാരനാണ് തുറന്നു നോക്കിയത്. അവർക്ക് ഇയാളോട് പരിചയം. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒരു പോലീസിനെ വിളിച്ചു. ആദ്യം അവൻ ഒറ്റയ്ക്ക് വന്നു കഴിയുമ്പോൾ തുറക്കാൻ പേടിയായിരുന്നു. പിന്നെ ഒരാൾ വന്നിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ പോലീസ് വിളിച്ചു. പോലീസ് വന്നിട്ട് കൊച്ചിനെ വെളിയിലെടുത്ത്. എത്ര ദിവസമായി ഇവർ ഇവിടെ? ഒരാഴ്ചയേ ഉള്ളൂ. ഈ 2-ാം തീയതി 3-ാം തീയതി ഉണ്ട് ഇവരിവിടെ താമസിക്കാൻ വരുന്നത്. എന്ത് ജോലിയാണോ? ഇവർ JCB മൊത്തം ഇതൊക്കെ ഉണ്ട്. അത് ഇത് റാന്നിയിലെവിടെയുണ്ട്. ഈ പെങ്കൊച്ചിൻ്റെ വൈഫിൻ്റെ വീട് ഇവിടെ അടുത്ത 18 മൈലിലാണ്. അപ്പോൾ അതിൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാവുന്ന സൗകര്യത്തിലാണ് വന്നെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇവിടെ വരാൻ കാര്യം. പെണ്ണിന് ജോലിയുണ്ടോ? ഇല്ല. നല്ല ഇടപെടലും കാര്യങ്ങളും ഇവരെ കാണാൻ ഞങ്ങൾ പറയും. നല്ല ഇടപെടലാണല്ലോ, ഒന്നിച്ച് പോകുന്ന വളരെ സ്നേഹത്തോടെ. അതിൻ്റെ പെണ്ണിൻ്റെ അമ്മയും പറയാം, ഒരു പിണങ്ങുന്ന കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. എന്തോ കാണുന്നില്ല. ഇന്നലെ ഞായറാഴ്ച സംസാരിച്ചു. എനിക്ക് ബിസിനസ് ചെയ്യാനും പരാതി എനിക്ക് ആ ടെൻഷനായി. പെണ്ണും 2 പേരുടെ എന്നോട് പറഞ്ഞു, ഞാൻ അതിൽ അതിജീവിക്കണം, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെക്കാട്ടി കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു JCB ഞങ്ങൾക്ക് 2 JCB ടിപ്പറും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചു. തോൽവി തോന്നപ്പോൾ ഞങ്ങൾ നിർത്തി. അപ്പോൾ അതുപോലെ ചെയ്യണം എന്നൊക്കെ ഒരു ഉപദേശങ്ങൾ കൊടുത്തിട്ട് വന്ന്. പിന്നെ ചക്ക മുറിച്ച് ചക്ക കഷ്ണം കൊണ്ട് കൊടുത്തു. അത് ഈ ചെറുക്കനാണ് മരിച്ച ചെറുക്കനാണ് മേടിച്ച്. അതുകൊണ്ട് അപ്പച്ചൻ ചക്ക കൊണ്ടിരുന്നപ്പോൾ നമുക്ക് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് സംഭവം നടക്കുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം ഇതിനായിട്ട് വന്നതല്ല. വലിയ TV എല്ലാം അതിനകത്തിരിക്കുക, നല്ല സെറ്റപ്പിലാണ് വന്നിരിക്കുന്നു. മരിക്കാൻ വരികയാണെങ്കിൽ ഉപകരണങ്ങളുണ്ട്. പെട്ടെന്നൊരു തോന്നി എന്തോ ചെയ്താൽ നല്ല രീതിയിൽ ജീവിച്ചോ, നല്ല സാഹചര്യത്തിൽ ജീവിച്ചോ. അല്ലെങ്കിൽ ഇവർ ഇത് വരികയല്ലോ. ഇത്ര ഉപകരണങ്ങൾ കൊണ്ടുവരികയില്ല. TV നല്ല ഉപകരണങ്ങൾ ഒത്തിരി ഉണ്ട്. ഡൗട്ട് വലിയ കട്ടിലും കാര്യങ്ങളെല്ലാം അളമാരിയൊക്കെ ആയിട്ട് വന്നു. അളമാരി വലിയ അളമാരി, മറ്റേ വാഷിംഗ് മെഷീന് ഇങ്ങനെ കരുതി വരികയാണെങ്കിൽ ഇതിനെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
വിവരം മെമ്പർ അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഇവിടെ ഈ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് നാട്ടിലുള്ള ജനങ്ങൾ വന്ന് കതകിനിട്ട് തട്ടിയപ്പോഴാണ് കൊച്ച് കരയുന്നു. അപ്പോൾ മനസ്സിലായി എന്തോ പന്തിക്കേടാന്ന് തോന്നി. വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ ഇവരെ നിന്ന് ഉടമസ്ഥരെ നിന്ന് സ്പെയർ കീ മേടിച്ച് തുറക്കുമ്പോഴും അകത്ത് കുറ്റിയിട്ടിരിക്കുമായിരുന്നു. അത് പിന്നെ പൊളിച്ചാണ് അവരകത്ത് കയറിയത്. അപ്പോൾ ജനങ്ങൾ കൂടി അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ജനങ്ങൾ വിളിച്ച് പറയുമായിരുന്നു. ഇവര് കുറച്ച് നാൾ ഈ കൊച്ചിൻ്റെ 2ാം വിവാഹമാണ് ഇയാളായിട്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഇവർ അകന്ന് കഴിയുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ വാർഡിലുള്ളതാണ്. എൻ്റെ വാർഡിലുള്ള കുട്ടിയാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. പക്ഷേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 8 ദിവസമായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇവരിവിടെ താമസിക്കുന്നുണ്ടെന്നുള്ള വിവരം നമ്മൾ ഇന്നാണ് അറിഞ്ഞത്. ഇവരാണ് താമസിക്കുന്നത്. മാന്നാറിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയില്ലായിരുന്നോ താമസിക്കാൻ? പോയിന്ന് അവർ പറയുന്നത്. ആദ്യത്തെ ഒരു 10-20 ദിവസമായിട്ടുള്ള ഇവർ ഒരുമിച്ചിട്ട് അതിൽ ഒരാഴ്ചയോളം അവിടെ പോയി താമസിച്ചു, മാന്നാറ് താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. സാമ്പത്തികത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് ഇവരൊരു പിണക്കം ഉള്ളത്, അകന്ന് കഴിയുന്നത്. ദാരുണമായ സംഭവം. കുഞ്ഞ് ആ മുറിക്കകത്ത് തന്നെ ഇരിക്കുവായിരുന്നല്ലേ? കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോഴും ആ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അറിയുമ്പോഴും ആ കൊച്ചവിടെ ഉണ്ട്. ബന്ധുക്കൾ വന്ന് കുഞ്ഞിനെ ഏറ്റെടുത്തു. ബന്ധുക്കൾ വന്ന് കൊച്ചിനെ ഏറ്റെടുത്തു.